കമ്പല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിൽ ഭക്തജനത്തിരക്ക് വർദ്ധിച്ചു. മഹോത്സവം ആഘോഷിക്കുന്ന ക്ഷേത്രത്തിൽ വിവിധ ദിവസങ്ങളിലായി പ്രത്യേക പൂജകളും വിവിധങ്ങളായ കലാപരിപാടികളും നടക്കുന്നുണ്ട്. മാർച്ച് 31 ആരംഭിച്ച ആഘോഷ പരിപാടികൾ ഏപ്രിൽ 11 സമാപിക്കുക. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം. നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. മഹോത്സവവും ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും നടക്കുന്ന ക്ഷേത്രത്തിൽ ഭക്തജനത്തിരക്ക് വർദ്ധിച്ചു. മഹോത്സവത്തിന്റെ ഭാഗമായി ഏപ്രിൽ 9 ചൊവ്വാഴ്ച രാവിലെ മുതൽ ഗണപതി ഹോമം തുടങ്ങിയ കർമ്മങ്ങളും ഭാഗവത പാരായണം, ലളിത സഹസ്രനാമം, തായമ്പക, വിശേഷാൽ പൂജ എന്നിവയും നടക്കും. 9, 10, 11 തീയതികളിൽ കമ്പല്ലൂർ NSS കരയോഗം, കൊല്ലാട പാലക്കുന്ന് ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രം, കമ്പല്ലൂർ ഏരിയ എന്നിവിടങ്ങളിൽ നിന്നും കാഴ്ച ക്ഷേത്രത്തിൽ സമർപ്പിക്കും. 3 ദിവസങ്ങളിലായി നടക്കുന്ന വിവിധ കലാപരിപാടികളിൽ ക്ഷേത്ര മാതൃസമിതിയുടെ മെഗാ തിരുവാതിര, കൈകൊട്ടിക്കളി, ഭരതനാട്യ കച്ചേരി, ട്രാക്ക് ഗാനമേള, ജൂനിയർ യേശുദാസ് രാജ്മോഹൻ കൊല്ലം നയിക്കുന്ന ഗാനമേള എന്നിവയും ഉണ്ടാകും. ഏപ്രിൽ 10 രാവിലെ 6 മണി മുതൽ ഗണപതി ഹോമം, ഉഷപൂജ, നവകം തുടങ്ങിയ പൂജാതി കർമ്മങ്ങളും അക്ഷരശ്ലോക സഹസ്, ഭാഗവത പാരായണം, ലളിത സഹസ്രനാമപാരായണം, സഹസ്ര ദീപാലങ്കാരം, ദീപാരാധന, വിശേഷാൽ പൂജ എന്നിവയും നടക്കും. ആഘോഷത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ ഏപ്രിൽ 11 രാത്രി 8 മണിക്ക് ശ്രീഭൂതബലി, തിടമ്പ് നൃത്തം, നിറമാല, ഗുരുസി എന്നിവയും ഉണ്ടാകും. നമ്മളെ ജീവിക്കുന്ന സമയത്ത് സന്തോഷം സമാധാനത്തോടെ ജീവിക്കുക, നന്നായിട്ട് ആ ഒരു അനുഭവം ഉണ്ടാക്കുക. അതാണ് ഭാഗവതം നൽകുന്ന മെസ്സേജ്. അതാണ് തുടക്കം തന്നെ പറഞ്ഞത്. ഒരു ഈശ്വരന്റെ പേരും പറഞ്ഞിട്ടില്ല, കൃഷ്ണനോ ദേവിയെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ ഭൂമി, ഈ പ്രപഞ്ചത്തിലെ ഒരു അദൃശ്യ ശക്തിയുണ്ടെന്നും ആ അദൃശ്യശക്തി നമ്മുടെ ഉള്ളിൽ സ്വരാജ് എന്നുള്ള രീതിയിൽ ഒരു കോൺഷ്യസ്, ആ കോൺഷ്യസിനെ ആ ബോധത്തെ നമ്മൾ ഈശ്വരനായിട്ട് കാണുന്നു. അതിനെ കൃഷ്ണനായിട്ടും ദേവിയായിട്ടും നമ്മൾ പ്രത്യേക ഭാവത്ത് കണ്ടുകൊണ്ട് നമ്മളെ മനസ്സിനെ പക്വപ്പെടുത്തി നമ്മുടെ ജീവിതം, നമ്മുടെ ലോകം നമ്മളെ സൃഷ്ടിക്കുക എന്ന് പറയാണ്, സന്തോഷത്തോടെ ജീവിക്കുക എന്ന് പറയാണ്. അതാണ് ഭാവം നൽകുന്ന മെസ്സേജ്. അതിനെയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് മനസ്സിന് സന്തോഷ സമ്മാനങ്ങളുടെ കമ്പല്ലൂർ സപ്താഹം എത്ര കുറച്ച് പോയി കേട്ട് കളയാന്ന് പറയില്ല അല്ലേ? പറയോ? കേട്ട് കളയാന്ന് പറയോ? പറയില്ല, കേൾക്കാന്ന് പറയും. ചിലപ്പോ ഒന്ന് കേട്ട് കളഞ്ഞേക്കാന്ന് പറയാം, അറിയാതെ അത് കളഞ്ഞു പോവുകയും ചെയ്യും. അപ്പോ ഇവിടെ ഇരുന്ന്, പക്ഷെ ഇവിടെ ഇരുന്നാൽ ഇവിടേക്ക് വരാൻ പറ്റുമോ? ഇല്ല. വരണമെങ്കിൽ എന്ത് വേണം? ടിക്കറ്റ് കിട്ടണം നമുക്ക്. അത് അമ്മ തരണം, എന്നാലേ പറ്റൂ, അല്ലെങ്കിൽ പറ്റില്ല. അപ്പൊ ആ ടിക്കറ്റ് കിട്ടിയവരാണ് ഇവിടെ ഉള്ള വരുന്നത്. അപ്പോ അതാണ് പറയുന്നത്, ഒരു മനുഷ്യന്റെ നമ്മുടെ ലോകം നാം സൃഷ്ടിക്കുന്നു എന്നുള്ളതിന് ഇവിടെ ഓരോ കഥകൾ പറഞ്ഞു വന്നു. കർമ്മം നേരെയാകാൻ വേണ്ടിയിട്ട് മനസ്സ്, ആ മനസ്സിനെ എന്ത് നിർത്തുന്നു? ബുദ്ധി, ഭേദബുദ്ധി ഇല്ലാത്ത രീതിയിലാക്കുക. അങ്ങനെ ആ ഭേദബുദ്ധി ഇല്ലാതാക്കുന്നത് എന്താണ്? ആ ഒരു കർമ്മത്തിലൂടെ മനസ്സ്, ബുദ്ധി അത് വെച്ച് നമ്മുടെ ഒരു ലോകം, ഇമാജിനേഷൻ ഉണ്ടാക്കുന്നു. ആ ഇമാജിനേഷൻ എന്നുള്ളത് മൃഗങ്ങൾക്കൊന്നും പറ്റില്ല, മനുഷ്യന്മാർക്ക് മാത്രം കിട്ടിയൊരു സിദ്ധിയാണ്. ആ സിദ്ധി ഉപയോഗിക്കാതെ മൃഗങ്ങൾ ചെയ്യുന്ന പോലെ വെറും ഭക്ഷണം കഴിച്ച് അതിൽ രസം കണ്ടാൽ ഏതുപോലെ ആകും. സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര. RJ Gold, ചെറുപുഴ. ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ, മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ. 916 BIS സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി, മനസ്സിനിണങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ. മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മികമാർന്ന ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം RJ Gold, JMUP സ്കൂളിന് മുൻവശം, ചെറുപുഴ.